ബി.ജെ.പിക്ക് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. തന്റെ അധീനതയിൽ കൊണ്ടുവരണം, ഈ രാജ്യത്തെ ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണം വേണം എന്ന് കരുതിയ മോദി സർക്കാരിന് കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. വനിതാ സംവരണ ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടതാണ് ബി.ജെ.പിക്ക് അല്ലെങ്കിൽ മോദിക്കേറ്റ കനത്ത പ്രഹരം. 278 പേർ ബില്ലിനെ അനുകൂലിച്ച് വോട്ട് ചെയ്തപ്പോൾ 211 പേർ ബില്ലിനെ എതിർത്ത് നിന്നു. ആകെ 489 പേരാണ് വോട്ട് ചെയ്തത്. മുന്നിൽ 2 ഭൂരിപക്ഷത്തിന് 48 വോട്ടാണ് കുറവുള്ളത്. ഒന്നാലോചിച്ച് നോക്കൂ, കഴിഞ്ഞ 12 വർഷത്തിനിടെ മോദി സർക്കാർ അവതരിപ്പിച്ച ഒരു ബിൽ ലോക്സഭയിൽ വോട്ടെടുപ്പിൽ പരാജയപ്പെടുന്നത് ആദ്യമായിട്ടാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ വലിയ വിജയമാണ്. ഇത് പ്രതിപക്ഷത്തിന്റെ മാത്രമല്ല, ഇത് ജനാധിപത്യത്തിന്റെ വലിയ വിജയമാണ്. പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾക്കിടെ നടന്ന വോട്ടെടുപ്പിലേറ്റ പ്രഹരം സർക്കാരിന് വലിയ തിരിച്ചടിയായി മാറുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രഭാവത്തിനേറ്റ തിരിച്ചടി കൂടിയാണിത്. മാത്രമല്ല, കാർഷിക ബില്ലുകൾ നിയമമായ ശേഷം കർഷക പ്രതിഷേധത്തെ തുടർന്ന് പിൻവലിച്ചെങ്കിലും ഒരു ബിൽ പരിഗണനാ വേളയിൽ പരാജയപ്പെടുന്നത് മോദി ഭരണകാലത്ത് ആദ്യമായിട്ടാണ്. ഇതിൽ പരം പരാജയം ഇനി മോദിക്ക് വരാനില്ല. അതായത് മോദി അണ്ടറിലേക്ക് എല്ലാവരും വരിക, ബി.ജെ.പി അണ്ടറിലേക്ക് എല്ലാവരും വരിക, ഇവിടെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഭരണം വരിക, ജനാധിപത്യത്തെ മാറ്റി നിർത്തുക എന്ന ഒരു നയതന്ത്രത്തിലൂടെ ബി.ജെ.പി ഇത്തരം കാര്യങ്ങൾ കൊണ്ടുപോയത് വില പോയില്ല എന്നതാണ്. ബി.ജെ.പിക്ക് വോട്ട് ബാങ്കാണ് മുഖ്യം. അവിടുത്തെ ജനങ്ങളുടെ പ്രതിസന്ധിയോ രാജ്യങ്ങൾ എങ്ങനെ അല്ലെങ്കിൽ രാജ്യത്തിൽ എന്ത് സംഭവിക്കുന്നു, സംസ്ഥാനങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, ഇതൊന്നും ചർച്ച ചെയ്യാനും അത്തരം കാര്യങ്ങൾ വെട്ടിത്തുറന്ന് പറയാനും ബി.ജെ.പിക്ക് ലോക്സഭയിൽ വായില്ല. പകരം ഇത്തരം അതായത് വോട്ട് ബാങ്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ബി.ജെ.പിക്ക് അനുകൂലമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ നീക്കുപോക്ക് വരുത്തുക, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഊന്നി പറഞ്ഞു കൊണ്ടുവരുന്നത്. അവിടെയാണ് വനിതാ ഈ സംവരണ ബിൽ കൊണ്ടുവന്നത്. എന്തായാലും ഈ ബില്ല് പരാജയപ്പെട്ടതോടെ കനത്ത തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ്. നമുക്ക് അറിയാം, ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയമുണ്ട്. ഇപ്പോൾ റീസെന്റ് ആയിട്ട് നമ്മൾ എടുത്തു നോക്കുകയാണ്, ഇറാൻ അമേരിക്ക വിഷയം വലിയ രീതിയിൽ തന്നെ നമ്മുടെ രാജ്യത്തെയും ബാധിച്ചിട്ടുണ്ട്. മാത്രമല്ല, LPG വാണിജ്യ സിലിണ്ടറുകൾ കിട്ടാതെ ഈ അടുക്കളയിൽ പുകയാത്തൊരു അവസ്ഥയാണ്. മാത്രമല്ല, ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധി നമ്മൾ എല്ലാവരും നേരിടേണ്ടി വരുമെന്നുള്ള കാര്യം അറിയാം. അതിനിടെയാണ് ഇത്തരം ബില്ലുകൾ കൊണ്ടുവരാനുള്ള ഒരു രീതി ഈ പറയുന്ന മോദി സർക്കാർ ഒരുക്കുന്നത്. പക്ഷേ ഇത്തരം അതായത് ഈ അമേരിക്കൻ ഇറാൻ യുദ്ധം നടക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്ന പ്രതിസന്ധിയെ പറ്റി സംസാരിക്കാൻ അവർക്ക് വായില്ല. അത് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നുമില്ല. മാത്രമല്ല, ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ ഒരു യുദ്ധം നടക്കുന്നത് മൂലം കാർഷിക മേഖല വലിയ രീതിയിലുള്ള പ്രതിസന്ധി അനുഭവപ്പെടുകയാണ്. കർഷകർക്കാകെ പ്രതിസന്ധിയാണ്. വേറൊന്നുമല്ല, രാസവളം എത്താത്തതിനെ തുടർന്ന് അവിടുത്തെ ഒരു പറ്റം കർഷകർ വലിയ രീതിയിലുള്ള പ്രതിസന്ധി അറിയിക്കുന്നുണ്ട്. അവരുടെ എല്ലാം നശിച്ചു പോകുന്നു, കൃഷികൾ നശിച്ചു പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അത്തരം നീക്കങ്ങളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷെ അതൊന്നും പറയാനുള്ള ഒരു മനസ്ഥിതി അല്ല ഈ ബി.ജെ.പിക്കുള്ളത്. എങ്ങനെയെങ്കിലും വോട്ടുകൾ മാത്രം നോക്കുക, എങ്ങനെയെങ്കിലും ഈ സംവരണങ്ങൾ കൊണ്ടുവന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്യുക, എല്ലാം മോദിയുടെ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ അണ്ടറിൽ കൊണ്ടുവരിക, ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഭരണം ഇന്ത്യയിൽ നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു തന്ത്രത്തോടെയാണ് ഈ വനിതാ സംവരണ ബിൽ ബി.ജെ.പി അവതരിപ്പിച്ചത്. പക്ഷെ അതിനെ ഒന്നടങ്കം പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പ്രതിപക്ഷം രംഗത്തെത്തി. അത് പരാജയപ്പെട്ടു. ഇനി ഈ ഒരു പ്രതിപക്ഷത്തിനെതിരെ പണ്ട് മുതലേ വലിയ രീതിയിലുള്ള തിരിച്ചടികളാണ് മോദി സർക്കാർ നൽകുന്നത്. മാത്രമല്ല, അവരെ ഈ പ്രതിപക്ഷത്തിനെ കള്ളക്കേസുകളിൽ കൊടുക്കുന്നതൊക്കെ വലിയൊരു സംഭവമാണ്. അത്തരം കാര്യങ്ങളിൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് മോദി സർക്കാർ നന്നായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണമായിരുന്നു ന്യൂഡൽഹിയിലെ അതായത് അരവിന്ദ് കെജ്രിവാളിനെ കള്ളക്കേസിൽ കുടുക്കി അകത്താക്കുക, അവിടുത്തെ മുഖ്യമന്ത്രിയെ ഇല്ലാതാക്കുക എന്നുള്ള രീതിയൊക്കെ ഒരു കള്ളത്തരത്തിലൂടെ ചെയ്തതാണ് ഈ മോദി സർക്കാർ. എന്നിട്ട് അതേപ്പറ്റി സംസാരിക്കാൻ അവർക്ക് വായില്ല. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് വരാം, മണിപ്പൂർ വിഷയത്തിൽ യാതൊരു തരത്തിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാൻ അവർ തയ്യാറായിരുന്നില്ല. ഇനി പഹൽഗാമിലെ കാര്യവും അതൊക്കെ തന്നെയാണ്. ഏകദേശം ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇതൊക്കെ ചർച്ച ചെയ്യാനുള്ള മോദി സർക്കാർ എങ്ങനെ വോട്ട് ബാങ്ക് കൂട്ടാം, എങ്ങനെ ഈ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഭരണം രാജ്യത്ത് നടപ്പാക്കാം എന്ന ചിന്തയിൽ മാത്രം മുഴങ്ങിയിരിക്കുകയാണ്. ഈ അമിത്ഷായും ഈ പറയുന്നത് പോലെ തന്നെ നരേന്ദ്രമോദിയും ഇത്തരം കാര്യങ്ങളിൽ യാതൊരു കാര്യവും സംസാരിക്കുന്നില്ല, അവിടെ മൗനം പാലിക്കുകയാണ്.
ഇനി എന്തിനേറെ പറയുന്നു, ഈ അടുത്ത് അമേരിക്ക അധികം ചുങ്കം ഏർപ്പെടുത്തി. എന്തുകൊണ്ടാണ് ആ ഒരു കാര്യം പറയാത്തത്? അങ്ങനെ ചുങ്കം ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടെ സാമ്പത്തികമായിട്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ? നമ്മൾ അത്ര വലിയ ഒരു രീതിയിലൊന്നുമല്ല പോകുന്നതെങ്കിലും നമ്മൾ ഏറ്റവും നല്ല ഒരു രാജ്യമായിട്ട് അല്ലെങ്കിൽ ഒരു സംസ്ഥാനമായിട്ടൊക്കെ ഇന്ന് മാറിയിരിക്കുമ്പോൾ അവിടെ നമുക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത്, ഈ ഒരു അമേരിക്കൻ ഇറാൻ വിഷയത്തിൽ ഉണ്ടാകുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ചെറുതല്ല. അത് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ അടുത്ത് നമുക്ക് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാതായിരുന്നപ്പോൾ നമ്മൾ അനുഭവപ്പെട്ടതാണ്. ഇനി അധിക ഈ ചുങ്കം ഏർപ്പെടുത്തി, അധിക തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സാമ്പത്തികപരമായിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി രൂപപ്പെടും. പക്ഷെ ഇത്തരം കാര്യങ്ങൾ പോലും ചർച്ച ചെയ്യാൻ മോദി സർക്കാർ യാതൊരു തരത്തിലും മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ്. എന്തായാലും നരേന്ദ്രമോദി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു രാഷ്ട്രീയ തിരിച്ചടിയുടെയും നാണക്കേടിന്റെയും ദിനമായിരുന്നു വെള്ളിയാഴ്ച എന്ന് പറയുന്നത്. പ്രതിപക്ഷത്തിന് വിജയവും അല്ലെങ്കിൽ ജനാധിപത്യത്തിന്റെ വലിയൊരു വിജയവുമായിരുന്നു. മോദി സർക്കാരിന്റെ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ഐക്യമില്ലാത്ത പ്രതിപക്ഷമായിരുന്നു. എന്നാൽ അത് മാറി ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പരാജയം ജനാധിപത്യപരമായിട്ടുള്ള കാഴ്ചപ്പാടിൽ നോക്കിയാൽ ഭരണഘടനയെക്കുറിച്ച് ആഴത്തിലുള്ള ചർച്ചകൾക്കുള്ള വലിയ അവസരം തുറന്നു നൽകുകയാണ്. എന്തായാലും കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന 131ാമത് ഭരണഘടനാ ഭേദഗതി ബിൽ ലോക്സഭയിൽ പരാജയപ്പെട്ടത് കേവലം ഒരു സാങ്കേതിക തിരിച്ചടിയല്ല, മറിച്ച് നരേന്ദ്രമോദി സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്കേറ്റ കനത്ത പ്രഹരമായിട്ട് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. കഴിഞ്ഞ 12 വർഷമായിട്ട് സഭയിൽ സർക്കാരിനുണ്ടായിരുന്ന ആധിപത്യം തകർന്ന കാഴ്ചയാണ് വെള്ളിയാഴ്ച പാർലമെന്റ് സാക്ഷ്യം വഹിച്ചത്. അതായത് മോദി സർക്കാരിന്റെ എല്ലാം കളഞ്ഞു കുളിക്കുന്ന ഒരു ദിനമായിരുന്നു വെള്ളിയാഴ്ച. ഈ ഒരു പരാജയം പ്രതിപക്ഷ ഐക്യത്തിന്റെ കരുത്ത് തെളിയിക്കുന്നതോടൊപ്പം ഭരണഘടനയുടെ അന്തസ്സത്തെക്കുറിച്ചുള്ള ഗൗരവമായിട്ടുള്ള ചർച്ചകൾക്ക് വീണ്ടും വഴി തുറന്നിരിക്കുകയാണ്. ഇനി ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തി എക്സിക്യൂട്ടീവ് അധികാരം ഉറപ്പാക്കുക എന്ന BJPയുടെ സ്ഥിരം ഭരണശൈലിയുടെ ഭാഗമായിരുന്നു ഈ ബില്ലും എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. വനിതാ സംവരണം എന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ള വിഷയത്തെ മണ്ഡലം പുനർനിർണയവുമായിട്ട് ബന്ധിപ്പിച്ചത് ഇതിന്റെ തെളിവാണ്. രാജ്യത്ത് രാഷ്ട്രീയമായിട്ടുള്ള സമവായമുള്ള വനിതാ സംവരണ വിഷയത്തെ മുൻനിർത്തി ഭരണഘടനയുടെ ഫെഡറൽ സംവിധാനത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താനാണ് സർക്കാർ ശ്രമിച്ചത്. പക്ഷെ അത് പാടെ തേഞ്ഞുപോയി. സ്ത്രീ ശാക്തീകരണം എന്ന ആശയത്തെ രാഷ്ട്രീയമായിട്ട് ആയുധമാക്കുകയും അതിലൂടെ ധാർമ്മികമായിട്ടുള്ള മേൽക്കൈ നേടുകയുമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുവരെ ചെയ്തു വന്നത്. എന്നാൽ ബിൽ പരാജയപ്പെട്ടതോടെ ഈ വിഷയത്തെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായിട്ട് ഉപയോഗിക്കാൻ BJP ശ്രമിച്ചേക്കാം. പ്രതിപക്ഷം വനിതാ വിരുദ്ധരാണെന്ന പ്രചാരണം ഇതിനോടകം തന്നെ ഭരണപക്ഷം ആരംഭിച്ചു കഴിഞ്ഞു. സത്യത്തിൽ അതല്ല അവസ്ഥ. ഈ വനിതാ സംവരണം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ വനിതകളിലൂടെ അല്ലെങ്കിൽ അവരെ വെച്ചുകൊണ്ട് ഈ BJP ചില നുഴഞ്ഞുകയറ്റങ്ങളോ അല്ലെങ്കിൽ BJP ചില കാര്യങ്ങളും കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് BJP ഈ ഒരു വനിതാ സംവരണ ബില്ല് എന്ന് പറഞ്ഞ് ഊന്നിക്കൊണ്ട് രംഗത്തെത്തുന്നത്. എന്തായാലും അപ്രതീക്ഷിത തീരുമാനങ്ങളിലൂടെ ജനങ്ങളെ അണിനിരത്തുന്ന BJP തന്ത്രത്തിന് മുന്നിൽ വസ്തുതകൾ നിരത്തി പ്രതിരോധം തീർക്കുക എന്നത് പ്രതിപക്ഷത്തിന് മുന്നിലുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് പ്രതിപക്ഷം ചെയ്യും. ഇനി അസം, ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ BJP പരീക്ഷിച്ച രാഷ്ട്രീയ പരീക്ഷണങ്ങൾ ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനുള്ള ശ്രമമായിരുന്നു ഈ ഭേദഗതി എന്നുള്ള ഒരു ആക്ഷേപവുമുണ്ട്. 2011 സെൻസസ് അടിസ്ഥാനമാക്കി മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനുള്ള നീക്കം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയ്ക്കാമെന്ന ആശങ്ക ശക്തമാണ്. ഇത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള അധികാര സന്തുലിതാവസ്ഥയെ തകർക്കുകയും പ്രാദേശികമായിട്ടുള്ള ചേരിതിരിവുകൾക്ക് കാരണമാകുകയും ചെയ്യും. എന്തായാലും ഈ തിരിച്ചടിയിലൂടെ BJPയുടെ സ്ഥിരമായിട്ടുള്ള വിപ്ലവം എന്ന തന്ത്രത്തിന് താൽക്കാലികമായിട്ട് തടയിടാൻ പ്രതിപക്ഷത്തിനായി. എങ്കിലും ജനാധിപത്യം നേരിടുന്ന ഭീഷണികൾ അവസാനിച്ചിട്ടില്ല. ഭരണഘടനാപരമായിട്ടുള്ള ചർച്ചകൾ കേവലം രാഷ്ട്രീയ അവസരവാദത്തിനപ്പുറം സത്യസന്ധവും സുതാര്യവുമാകേണ്ടതുണ്ട്. ഈ ഒരു സംഭവം അത് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ കൂടുതൽ സമവായ ചർച്ചകൾക്ക് സർക്കാർ തയ്യാറാകുമോ അതോ രാഷ്ട്രീയ പോരാട്ടം തുടരുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഇത്തരം നീക്കുപോക്കുകൾ വെച്ച് പൊറപ്പിക്കില്ല. അതിനെതിരെ പ്രതിപക്ഷം വരും. കാരണം ജനാധിപത്യ രാജ്യമാണല്ലോ. അവിടെ എങ്ങനെയാണ് ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു ഭരണം വരുന്നത്? നമുക്കറിയാം, ജനാധിപത്യ രാജ്യത്തിൽ മോദി സർക്കാർ കൊണ്ടുവന്നതും എടുത്തു മാറ്റിയതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവിടുത്തെ ജനങ്ങൾക്കെതിരെ സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. വോട്ടും BJPയും RSSും ഇങ്ങനത്തെ ഉള്ള സംഘപരിവാർ കാര്യങ്ങൾ മാത്രമാണ് ഈ പറയുന്ന നരേന്ദ്രമോദി ഊന്നി പറയുന്നത്. പക്ഷെ യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ പ്രതിസന്ധിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ പറയാനുള്ള ഒരു ധൈര്യം പോലും അവർ കാണിക്കുന്നില്ല. ഈ മണിപ്പൂർ വിഷയമൊക്കെ മറച്ചു വെക്കുന്നത് അതുകൊണ്ടാണ്. മാത്രമല്ല, ഇപ്പോൾ അമേരിക്ക ഈ ചുങ്ക കൂടുതലാക്കിയത് അല്ലെങ്കിൽ പിഴ കൂടുതലാക്കിയതൊക്കെ സംസാരിക്കാൻ പോലും മോദി സർക്കാർ തയ്യാറാകുന്നില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങളിലൂടെ കടന്നു കയറി ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഭരണം
കൊണ്ടുവരാൻ നോക്കുകയാണ് മോദി സർക്കാർ. പക്ഷെ അത് നടക്കില്ല എന്നതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഈ പറയുന്നത് പോലെ തന്നെ പ്രതിപക്ഷം കടുത്ത നിലപാടെടുത്ത് അല്ലെങ്കിൽ കടുത്ത ഒരു മറുപടിയൊക്കെ കൊടുത്ത് അതിനെ പ്രതിഷേധം അറിയിച്ച് രംഗത്തെത്തുമ്പോൾ അത് ഏറ്റവും വലിയ ഒരു വിള്ളനാണ് BJPക്ക് ഉണ്ടാകുന്നത്. കാരണം ഈ പറയുന്നത് പോലെ തന്നെ ഈ ഒരു ആദ്യമായിട്ടാണ് ഇവർ അവതരിപ്പിച്ച ഈ ഒരു ബില്ല് പരാജയപ്പെടുന്നത്. അത് ഈ പറയുന്നത് പോലെ തന്നെ മോദി സർക്കാരിനേറ്റ കനത്ത പ്രഹരമാണ്. മാത്രമല്ല ഇനി ലോക്സഭയിൽ അതൊരു വലിയ പ്രശ്നമാകുമ്പോൾ എന്തൊക്കെയാണ് ഇനി നടക്കാൻ പോകുന്നത് എന്ന് നോക്കിക്കാണേണ്ടിയിരിക്കുന്നു. ഏതായാലും മോദി പല തന്ത്രങ്ങളിലൂടെയും നയങ്ങളിലൂടെയും ഈ വനിതാ സംവരണ ബിൽ കൊണ്ടുവന്ന ഒരു മേൽക്കൈ എടുക്കാൻ നോക്കിയത് പാളി എന്ന് വേണം പറയാൻ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ എന്തായാലും ഒരിക്കലും അത് വെച്ചുപുറപ്പിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷമുള്ളത്. എന്തായാലും ജനാധിപത്യ രാജ്യത്ത് ജനങ്ങൾ അവർക്കൊപ്പമാണ് നിൽക്കുന്നത്, അല്ലാതെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഭരണത്തിനൊപ്പമല്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ജനങ്ങൾ ചെയ്യും. പ്രതിപക്ഷത്തിന് വേണ്ടിയത് പ്രതിപക്ഷം ചെയ്യും, അതിനെ എതിർക്കും. എന്തായാലും ഈ രാജ്യത്ത് ജനാധിപത്യം തന്നെ തുടരും, അതൊരു ഏകപക്ഷീയമായിട്ട് മാറില്ല എന്നതിന് ഒരു ഉത്തരമാണ് ഇന്ന് ഈ ജനാധിപത്യം വിജയിച്ചു എന്നും ഈ മോദി സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ള ഈ ഒരു ബില്ലിനെ അടിസ്ഥാനമാക്കി വരുന്ന വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.